നമുക്ക് 22-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. ബ്രഹ്മഖണ്ഡത്തിൻ്റെ ഉള്ളടക്കം പറഞ്ഞ ശേഷം രണ്ടാമത്തെ ഖണ്ഡമായി പ്രകൃതിഖണ്ഡത്തിൻ്റെ സവിശേഷതകളാണ് സൂത പൗരാണികൻ ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. 22-ാം ശ്ലോകം പ്രകൃതിഖണ്ഡ വിവരണം. ശക്തി സ്വരൂപമായ പ്രകൃതിയെക്കുറിച്ചും അതിൻ്റെ വിഭജനങ്ങളെക്കുറിച്ചും ഈ ഖണ്ഡം സംസാരിക്കുന്നു. ശ്ലോകത്തിലേക്ക് കടക്കാം. ദ്വിതീയം പ്രകൃതിഖണ്ഡം ച സർവശക്തിനിരൂപണം യത്ര ദേവി പ്രസംഗാശ്ചാപ്യം ശാംശകലയാ മുനേ. പദാനുപദ അർത്ഥം. ദ്വിതീയം രണ്ടാമത്തേത്, പ്രകൃതിഖണ്ഡം സർവശക്തി നിരൂപണം സകല ശക്തികളെയും കുറിച്ചുള്ള നിരൂപണം അഥവാ വിവരണം. യത്ര എവിടെയാണോ, ഏതൊരു ഖണ്ഡത്തിലാണോ. ദേവീ പ്രസംഗഃ ദേവിമാരുടെ കഥകളും മാഹാത്മ്യങ്ങളും. അഭി കൂടാതെ. അംശാംശകലയാ അംശങ്ങളുടെയും കലകളുടെയും വിഭജനത്തോടെ. മുനെ ഹേ മുനെ. ശ്ലോകത്തിൻ്റെ സാരാംശം. രണ്ടാമത്തേത് പ്രകൃതി ഖണ്ഡമാണ്. ഇതിൽ പ്രപഞ്ചത്തിൻ്റെ ആധാരമായ സകല ശക്തികളെയും കുറിച്ച് നിരൂപണം ചെയ്യുന്നു. ഹേ മുനെ, മൂലപ്രകൃതിയുടെ അംശങ്ങളിൽ നിന്നും കലകളിൽ നിന്നും വിവിധ ദേവിമാർ ദുർഗ, ലക്ഷ്മി തുടങ്ങിയവർ എങ്ങനെ ഉദ്ഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം ആത്മീയതയിലെ ശക്തി, എനർജി എന്ന തത്വത്തെ വെളിപ്പെടുത്തുന്നു. സർവശക്തി നിരൂപണം. പ്രപഞ്ചം ചലിക്കുന്നത് ഊർജത്താലാണ്. ഈ ഊർജത്തെയാണ് നാം ദേവി അല്ലെങ്കിൽ പ്രകൃതി എന്ന് വിളിക്കുന്നത്. ഒന്നാമത്തെ ഖണ്ഡത്തിൽ സൃഷ്ടിയുടെ അറിവ്, ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ഖണ്ഡം ആ അറിവിനെ പ്രവർത്തിപ്പിക്കാനുള്ള കരുത്തിനെ അഥവാ ശക്തിയെക്കുറിച്ച് പറയുന്നു. അംശാംശകല, ദ ഫ്രാക്ചൽ നേച്ചർ ഓഫ് ഡിവിനിറ്റി. ഭഗവാൻ സൂര്യനാണെങ്കിൽ പ്രകൃതി അതിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശത്തിൻ്റെ ഒരു കിരണം ലക്ഷ്മിയായും മറ്റൊന്ന് സരസ്വതിയായും വേറൊന്ന് ദുർഗയായും മാറുന്നു. ഒരേ സത്യം പല ഭാവങ്ങളിൽ പ്രകടമാകുന്നതിനെയാണ് അംശാംശകലാ വിഭജനം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ പ്രസക്തി. സ്ത്രീ സങ്കല്പത്തിന് സനാതനധർമ്മം നൽകുന്ന വലിയ സ്ഥാനമാണിത്. പ്രകൃതിയില്ലെങ്കിൽ പുരുഷൻ അഥവാ ബ്രഹ്മം കേവലം നിഷ്ക്രിയനാണ്. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, നിന്റെ ഉള്ളിലും ഈ പ്രകൃതി പ്രവർത്തിക്കുന്നുണ്ട്. നിന്റെ ബുദ്ധി സരസ്വതിയും നിന്റെ ധനം ലക്ഷ്മിയും നിന്റെ കരുത്ത് ദുർഗയുമാണ്. ഇവയെല്ലാം ഒരേ പരമാത്മാവിൻ്റെ അംശങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോൾ നിന്നിൽ ഭയമില്ലാതാവുകയും ഭക്തി നിറയുകയും ചെയ്യും. ജ്ഞാനം അഥവാ ബ്രഹ്മഖണ്ഡം നേടിയാൽ മാത്രം പോരാ, അത് പ്രവർത്തിപ്പിക്കാനുള്ള ഊർജവും പ്രകൃതിഖണ്ഡവും നിനക്കാവശ്യമാണ്. നാം ഇന്ന് പ്രകൃതിയുടെ രഹസ്യങ്ങൾ തൊട്ടറിഞ്ഞു. ഇനി 23-ാം ശ്ലോകത്തിൽ മൂന്നാമത്തെ ഖണ്ഡമായ ഗണേശഖണ്ഡത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.